കോടതി തന്നെ ഇടപെട്ട് കോടതി തന്നെ നിർദ്ദേശിച്ച അന്വേഷണ ടീം അന്വേഷണം നടത്തി കോടതിയുടെ നിർദ്ദേശാനുസരണം രഹസ്യമായി റിപ്പോർട്ട് സമർപ്പിച്ചു. അത് സംബന്ധിച്ച് കോടതിയുടെ പ്രാഥമികമായ നിരീക്ഷണം വന്നു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കാൻ കോടതി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. തീർച്ചയായും ഗവൺമെൻറ് ശരിയായ നിലപാട് സ്വീകരിക്കും. ഒരഴിമതിക്കാരെയും ഈ ഗവൺമെൻറ് സംരക്ഷിക്കില്ല. പ്രത്യേകിച്ച് വിശ്വാസികൾ, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, ഇങ്ങനെയുള്ള വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രങ്ങളെ ഒരു തരത്തിലും ദുരുപയോഗപ്പെടുത്താൻ ഒരാളെയും ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും, എല്ലാ തരത്തിലുള്ള പരാതികളും, കമ്മീഷൻ റിപ്പോർട്ടുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിക്കും. ഈ ഗവൺമെൻറ് ഇവിടെ കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇത്രയും അന്വേഷണം ഫലപ്രദമായത്. ഇങ്ങനെ അന്വേഷിക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ ആരെയും ഇടപെടാൻ ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. അതാണ് ഈ അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നത്. ഇനിയുമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതോടുകൂടി അതിനനുസരിച്ചുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. എല്ലാ കാര്യങ്ങളും വരട്ടെ, എല്ലാ അന്വേഷണങ്ങളും പൂർത്തീകരിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും. ഗവൺമെൻറ് തെറ്റുകളോട് ഒരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെൻറ് ചെയ്യില്ല. അത് ഉറപ്പിക്കാം. ഇങ്ങനെയൊരു പ്രാഥമിക നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം താൽക്കാലികമായെങ്കിലും മാറി നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണം നടത്തേണ്ടതല്ലേ? ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. പക്ഷേ ഗവൺമെൻറ് ഇതിൽ കാണുന്ന ഒരു കാര്യം അന്വേഷണത്തിൻ്റെ മേലെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. വകുപ്പ് മന്ത്രി തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയുടെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. കവർച്ച ചെയ്തവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ കാത്തിരിക്കുക. ഈ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് കൂടുതൽ വ്യക്തമാകും. ദേവസ്വം ബോർഡിൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നല്ലോ. എല്ലാവരും ജാഗ്രത കാണിക്കേണ്ടതാണ്. ഇപ്പോൾ കോടതി ഇടപെട്ട അന്വേഷണം വന്ന് ഈ അയ്യപ്പ സംഗമം നടത്തി അതോടുകൂടി ബന്ധപ്പെട്ടല്ലേ ഈ കാര്യങ്ങൾ വന്നത്. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ കാര്യം മനസ്സിലാക്കിയപ്പോഴല്ലേ എല്ലാവരും ഇപ്പോൾ എടുത്ത് ചാടുന്നത്. അതുവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാകുമ്പോഴാണ് കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുക. അതിൽ ഒരു തെറ്റും ചെയ്യാതെ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ശരിയായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഈ PM3 വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ഉം CPI-യും രണ്ട് തട്ടിലാണെന്നുള്ള തരത്തിൽ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തട്ടിലുമില്ല. ഇത് ഞങ്ങൾ രണ്ടും ഒരു പാർട്ടിയല്ലല്ലോ. PM3 എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ആവിഷ്കൃത പദ്ധതിയാണ്. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഇന്ത്യയിലുണ്ട്. ആ പദ്ധതികൾ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഓരോ പാർട്ടിക്കും ഉണ്ടാകാം. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഐക്യത്തോടും നല്ല ഒന്നിച്ചുമുള്ളൊരു പ്രവർത്തനമാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് കേരളത്തിൽ സുശക്തമാണ്. ആ മുന്നണിയെ ദുർബലമാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ എടുത്തിട്ട് ഈ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സാധിക്കും, ഈ മുന്നണിയിലെ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും എന്ന് ഇടതുപക്ഷ വിരോധികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ്, കേരളത്തിലെ LDF എല്ലാം ശരിയായ നിലപാട് തന്നെ സ്വീകരിക്കും. ഞാൻ പറഞ്ഞ PM3 മാത്രമല്ല, ഒട്ടനവധി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുണ്ട്. ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകൾ പൊതുവായി ചർച്ച ചെയ്ത് എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. ആ കാര്യങ്ങളെല്ലാം കേരള താൽപ്പര്യങ്ങൾ, കേരളത്തിലെ ജനതയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. ആ നിലപാട് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മുന്നണിയിലെ ഘടക പാർട്ടികൾക്കോ മറ്റുള്ളവർക്കോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയും. അവർ തമ്മിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. ആ ചർച്ചയിലൂടെ പരിഹരിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് പോകും.
ശരിയായ നിലപാടെന്ന് പറയുമ്പോൾ അത് ഈ അംഗീകരിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കാതെ ഏതെങ്കിലും തരത്തിൽ അല്ല, PMC പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന പോലെ ചില അഭിപ്രായങ്ങൾ പുറത്തു വന്നില്ല. ആ അഭിപ്രായങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് പോകും. ഇത്തരമൊരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ മുന്നണിയെ ദുർബലമാക്കാൻ കഴിയും എന്നാരും ധരിക്കരുത്. അത് സാധിക്കില്ല. കാരണം ഇന്ന് രാജ്യം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷത്തിൻ്റെ ഐക്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ഈ PMC പദ്ധതി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയില്ലേ? എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയ പദ്ധതി, പല പദ്ധതികളോടും പല സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അതായത് BJP ഇതര ഗവൺമെൻറ്റുകൾ ഉള്ള സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. അത് പലതും ആ ഗവൺമെൻറ്റുകളുമായി ചർച്ച ചെയ്ത് അവരെ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. കേരളത്തിൻ്റെ പ്രശ്നം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കാര്യങ്ങൾ പരിശോധിച്ച് ഈ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജനതയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉന്നത നിലവാരം വെച്ച് പുലർത്തുന്നൊരു സംസ്ഥാനമാണ്. ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനൊന്നും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സമ്മതിക്കില്ല. ഇവിടെ കേരളത്തിൽ RSSൻ്റെ അജണ്ടയല്ല നടപ്പിലാക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നണി ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇതിനകത്ത് ഒപ്പിട്ടു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മുന്നണിയിൽ അന്നേരത്താണ് ബിനോയ് വിശ്വത്തിനെ പോലുള്ള നേതാക്കന്മാർ ഇതിനകത്ത് അഭിപ്രായ ഭിന്നത പരസ്യമായി തുറന്നു പറയുകയും ചെയ്യുന്നത്. പല വകുപ്പുകളും പല കാര്യങ്ങളും ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തൊന്നും പുറത്തു വരികയോ പറയുകയോ ചെയ്യാറില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതെല്ലാം മുന്നണിയിൽ ഉന്നയിക്കേണ്ടതാണെങ്കിൽ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് മുന്നണി എന്നുള്ള നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അവ്യക്തത എനിക്ക് പറയാൻ പറ്റുമോ? അത് അല്ല, ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഇപ്പോൾ 9.5 വർഷക്കാലം ഈ മുന്നണി ഭരണം വരുന്നിരിക്കുന്ന മുന്നണിയുടെ ഈ കാലഘട്ടങ്ങളിലെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അത് ആ നില തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൂടുതൽ ഐക്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. നിങ്ങൾ നോക്കേണ്ടത് ഈ BJPയുമായിട്ടുള്ള ഇപ്പോൾ ഡൽഹിയിൽ എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്? കോൺഗ്രസിൻ്റെ നിലപാടാണ്. ഡൽഹിയിലെ 70 അസംബ്ലി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക, BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അവരെ തോൽപ്പിക്കാനാണ് മുഖ്യ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചു. ഡൽഹിയിൽ 65 സീറ്റിലും കോൺഗ്രസിന് കെട്ടിവെച്ചതില്ല. അവിടെ ആരാ അധികാരത്തിൽ BJP അധികാരത്തിൽ കൊണ്ടുവന്നത്? ഈ കോൺഗ്രസ്സാണ്. RSS സംഘപരിവാർ 2 കോടി രൂപ തലക്ക് വില നിശ്ചയിച്ച മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് RSSുമായിട്ട് ബന്ധമല്ലേ, BJPയുമായിട്ട് ബന്ധം? അത് കോൺഗ്രസ്സിനെ പറയാൻ സാധിക്കൂ. അവരുമായിട്ടാണ് ബന്ധങ്ങളുള്ളത്. അവർക്കേ അത് പറയാൻ കഴിയൂ. ഒരു മുഖ്യമന്ത്രിയുടെ തലക്ക് വില നിശ്ചയിച്ച് പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു നേതാവിന് നേരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഗോൾവാൾക്കറുടെ പടത്തിന് ചന്ദനത്തിരി കുത്തിക്കുന്നവർക്കും RSSൻ്റെ ശാഖക്ക് കാവൽ നിൽക്കുന്നതുമായൊരു പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയേക്കാം.